പൗലോസിനെ കെണിവെച്ച് പിടിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തോരും മുംബൈയിലാണെങ്കിൽ പൗലോസിനോടാണെങ്കിൽ അലീന പറയുകയാണ്, ചേട്ടൻ ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പപ്പ പറഞ്ഞത് മാതിരി തന്നെ അനുസരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ചേട്ടന് ഈ വീട്ടിൽ നിന്നും ഈ ജോലിയിൽ നിന്നും പോകാവുന്നതാണ് എന്ന് പറയുന്നു. എന്നെ അനുസരിക്കാൻ ചേട്ടൻ്റെ മനസ്സ് സമ്മതിക്കില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. എന്നിരുന്നാലും ചേട്ടന് ഞാനൊരു ദിവസം കൂടി സമയം തരികയാണ്. അതുവരെ ചേട്ടൻ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യേണ്ടതില്ല. ചേട്ടന് ഇവിടെ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ, ചേട്ടൻ എന്നെ അനുസരിക്കാനായിട്ട് കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനെ പുറത്താക്കാൻ പോവുകയാണ് എന്നുള്ളൊരു താക്കീതും അലീന കൊടുക്കുന്നുണ്ട്. അതായത് പൗലോസിൻ്റെ ചതി പ്രയോഗങ്ങൾ പുറത്ത് കൊണ്ടുവരാനാണ് അലീന ശ്രമിക്കുന്നത് എന്ന് കാണാം. അതറിയാതെ പൗലോസാണെങ്കിൽ നേരെ കെണിയിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ പൗലോസാണെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളോട് പറയാണ്, എനിക്ക് ആ പെണ്ണിൻ്റെ അലീന എന്ന് പറയുന്ന കേണൽ സാബിൻ്റെ മകളാണെന്ന് അവകാശപ്പെടുന്ന ആ പെണ്ണിൻ്റെ മുൻപിൽ ഇങ്ങനെ കൈകൂപ്പി തൊഴുതു നിൽക്കാനൊന്നും സാധിക്കില്ല എന്നും അവൾക്ക് തന്നെ കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നും പൗലോസ് പറഞ്ഞു വയ്ക്കുകയാണ്. തന്നെ അവൾക്ക് എന്തോ ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്നും പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ പെണ്ണിൻ്റെ അഹങ്കാരം തീർക്കണമെങ്കിൽ എൽസമ്മ ചേച്ചിയും റീത്ത ചേച്ചിയും ഇവിടെ വന്നേ മതിയാവുകയുള്ളൂ. അതിനായിട്ട് നീ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു പൗലോസേട്ടാ, ചെയ്യാമെന്നല്ലാതെ എന്ത് പറയാനാ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പൗലോസേട്ടന് ഇവിടെ നിന്ന് പോകണ്ടെങ്കിൽ അവളെ അനുസരിക്കാതെ വേറെ വഴിയൊന്നുമില്ല. അല്ല, ഈ ജോലി വേണ്ടെങ്കിൽ അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പൗലോസേട്ടനെ ഞങ്ങളാരും നിർബന്ധിക്കില്ല, എല്ലാം പൗലോസേട്ടൻ്റെ ഇഷ്ടം തന്നെയാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ ടാക്സ് ഡ്രൈവർ പറയുകയാണ്. അപ്പോൾ അവർ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലീന നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അലീനയെ പുറത്താക്കണമെന്നുള്ള കാര്യമൊക്കെ പൗലോസ് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ അത് കേട്ടുകൊണ്ട് പൗലോസിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇതേ സമയം ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇതേ സമയം അലീനയാണെങ്കിൽ പൗലോസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, പൗലോസേട്ടാ, നിങ്ങൾ പറയുന്നതും നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്നും എനിക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്ക് പണി തരാനല്ലേ? എങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചോളൂ. എനിക്ക് പണി തരുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാത്തിൻ്റെയും പണി ഞാൻ തെറിപ്പിച്ചിരിക്കും. പണിയുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്നിങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. വെറുതെ നിന്ന് ശമ്പളം മേടിച്ച് തിന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് അലീന പറയുകയാണ് എടുത്തെന്ന് പറയാം. ഇതേ സമയം നിങ്ങൾ ആ റീത്താൻറ്റിയൊക്കെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങളെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഇതിൻ്റെ മെയിൻ ആൾ ഈ പൗലോസേട്ടനാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങളെ ഞാനിവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്നു. പപ്പ എന്നെ ഒന്നും പറയുകയില്ല എന്നും പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ വല്യപ്പച്ചൻ വരികയാണ്. വല്യപ്പച്ചൻ വന്നു കഴിയുമ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്,
എന്താ മോളെ പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ പൊന്നു വല്യപ്പച്ച, ഇവരെ കൊണ്ട് എന്തൊരു ശല്യമാണെന്നറിയാമോ? ഇവർ തന്നെയും പപ്പയെയും വേർപിരിക്കാനായിട്ട്, തന്നെയും വല്യപ്പച്ചനെയും അകറ്റാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഏത് കഴിവേറിയാടാ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഡ്രൈവർ ആരും ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ മകൻ്റെ മകള് അവൻ്റെ വീട്ടിൽ നിൽക്കുന്നതിന് നിനക്കൊക്കെ എന്ത് കേടാടാ? വെറുതെ ശമ്പളം വാങ്ങി മേലനങ്ങാതെ തിന്നിട്ടുള്ള പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ തീർത്തിട്ടേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ, അതായത് വല്യപ്പച്ചൻ പറയുമ്പോൾ, വേണ്ട എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല മോളെ, ഞാനേ ലാലിച്ചനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലാലിച്ചനെ വിളിച്ച് നമ്മുടെ കുട്ടി എല്ലാം പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കുട്ടി പറഞ്ഞത് പ്രകാരം എല്ലാത്തിനെയും വിളിക്കുകയാണ് സ്റ്റാൻലി, ഒപ്പം അലീനയെയും. എന്താണ് സംഭവം, എന്താണ് കാര്യം എന്ന് തിരക്കുന്നു. അലീനയാണെങ്കിൽ ഇതേ സമയമാണെങ്കിൽ പറയാണ്, പപ്പയുടെ ജോലിക്കാരൻ പപ്പ പറയുന്നത് കേൾക്കുന്നൊന്നുമില്ല. ഒപ്പം തന്നെ ഞാൻ അയാൾക്കെതിരായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നത് കാണാൻ കഴിയും. അയാൾക്ക് തന്നോട് തീർത്താത്ത വൈരാഗ്യവും ശത്രുതയും പകയുമുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്തിനാണ് എന്നൊന്നും എനിക്കറിയില്ല. തെറ്റ് ചെയ്തിട്ട് അത് മാറ്റാൻ, അത് തിരുത്താൻ അവസരം കൊടുത്തിട്ടും അത് അംഗീകരിക്കാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി ജോലിക്കാരോട് ചോദിക്കുമ്പോൾ ഡ്രൈവർ നേരെ എല്ലാ കുറ്റവും പൗലോസിൻ്റെ തലയിൽ കെട്ടിവെച്ച് ബാക്കിയുള്ളവരെ രക്ഷിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. പപ്പയല്ലേ ഇയാളെ കണ്ണടച്ച് വിശ്വസിച്ചത്, അതിനുള്ള ശിക്ഷ ഇപ്പോൾ പപ്പയ്ക്ക് കിട്ടിയില്ലേ? ഇയാൾ പപ്പയുടെ ജീവിതത്തിൽ നടക്കുന്നതും ഈ വീട്ടിൽ നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ആ റീത്തയെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ജാരനാണെന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നു. എടാ പൗലോസേ, നിന്നെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കയറ്റിയത്? നിന്നെ ഞാനിവിടെ ജോലിക്ക് വെച്ചപ്പോൾ നിൻ്റെ സത്യസന്ധതയാണ് ഞാൻ കണ്ടത്. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന സ്റ്റാലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ വലിയൊരു ശിക്ഷ തന്നെ പൗലോസിന് കൊടുക്കുകയാണ് സ്റ്റാൻലി അലീനയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്